ഹലോ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ എടുത്തത്? സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറി വരെ അല്ലേ? ഒരു പിരമിഡിന്റെ സ്ട്രക്ചറിലാണ് നമ്മുടെ കോടതികളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. കോടതികളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും താഴെയുള്ള കോടതിയാണ് ഏത്? സബോർഡിനേറ്റ് കോർട്സ് അല്ലേ? സബോർഡിനേറ്റ് കോർട്സ്. അതിൻ്റെ മുകളിൽ ഡിസ്ട്രിക്ട് കോർട്ട്, അതിൻ്റെയും മുകളിൽ ഹൈക്കോർട്ട്, അതിൻ്റെയും മുകളിൽ സുപ്രീം കോർട്ട് ഇല്ലേ? ഇങ്ങനൊരു പിരമിഡിക്കൽ സ്ട്രക്ചറാണ് നമ്മുടെ രാജ്യത്തുള്ള ജുഡീഷ്യറി ഉള്ളത് അല്ലേ? ജുഡീഷ്യൽ സിസ്റ്റം ഉള്ളത് അങ്ങനെയാണ്. അടുത്ത് പറയേണ്ടത് പവർ ഓഫ് സുപ്രീം കോർട്ട് ഇല്ലെങ്കിൽ ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടാണ്. എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ഏതൊക്കെ രീതിയിലുള്ള കേസുകളാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് എ വെരി പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട വലിയൊരു റോള് തന്നെ ആർക്ക് വഹിക്കാണ്ട്? ഈ പറയുന്ന സുപ്രീം കോർട്ടിന് വഹിക്കാണ്ട്. ഇറ്റ്സ് എ പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ദി ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ. ഇപ്പം നമ്മളൊരു കേസിന് പോയെന്ന് വിചാരിക്കാം, ജില്ലാ കോടതിയിലായിരിക്കാം കൊടുക്കുന്നത്, അത് ഹൈക്കോർട്ടിലേക്ക് മാറും, പിന്നീട് അവിടെ പോകും, സുപ്രീം കോർട്ടിൽ പോകും. ഇങ്ങനെ കോടതികൾ മാറി ഏറ്റവും അവസാനം നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സുപ്രീം കോർട്ട്. നീതിക്ക് വേണ്ടി നമ്മൾ ഏതറ്റവും പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് വരെ പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് ഡിസിഷൻസ് ആർ ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ്. ഒരു സുപ്രീം കോടതിയിൽ ഒരു ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായാൽ അത് എല്ലാ കോടതികൾക്കും ബാധകമാണ്. സുപ്രീം കോർട്ട് പറയുന്നതാണ് കീഴ്ക്കോടതികൾക്കൊക്കെ അവസാന വാക്ക്. സോ സുപ്രീം കോർട്ട് ഫങ്ഷൻസ് വിത്തിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിൻ്റെ അപ്പുറം കോടതി പ്രവർത്തിക്കില്ല. മനസ്സിലായല്ലോ? ഏറ്റവും കൂടുതൽ കോടതിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ജൂറിഡിക്ഷനാണ് ഒരു കോടതിയിൽ നടക്കുന്നത്, സുപ്രീം കോർട്ടിൽ നടക്കുന്നത്. സുപ്രീം കോർട്ടാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് ഒറിജിനൽ ജൂറിഡിക്ഷൻ. ഫസ്റ്റ് വൺ ഇസ് ഒറിജിനൽ ജൂറിഡിക്ഷൻ. സെക്കൻഡ് വൺ റിട്ട് ജൂറിഡിക്ഷൻ ആൻഡ് ഓൾസോ അപ്പലറ്റ് ജൂറിഡിക്ഷൻ, അതുപോലെ അഡ്വൈസറി ജൂറിഡിക്ഷൻ. ഏതൊക്കെയാണ് ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്? സുപ്രീം കോർട്ട് ഏതൊക്കെ കാര്യത്തിലാണ് ഇടപെടുന്നത്? ഒന്ന് ഒറിജിനൽ ജൂറിഡിക്ഷൻ, രണ്ടാമത്തെ റിട്ട് ജൂറിഡിക്ഷൻ, അപ്പലറ്റ് ജൂറിഡിക്ഷൻ ആൻഡ് ഓൾസോ അഡ്വൈസറി ജൂറിഡിക്ഷൻ. ഈ ഒറിജിനൽ ജൂറിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നല്ലേ? തനത് നീതിന്യായം എന്നോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അതായത് ചില കേസുകൾ സുപ്രീം കോർട്ടിന് മാത്രമേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, വേറെ ഏത് കോടതിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനാണ് ഈ ഒറിജിനൽ ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ സ്റ്റേറ്റ്. ഇപ്പോൾ ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. അതിലേത് കോടതി ഇടപെടാൻ പറ്റുക? ആ സ്റ്റേറ്റിന്റെ കോടതിക്ക് മാത്രമായിട്ട് ഇടപെടാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതെന്താവും? നേരിട്ട് സുപ്രീം കോർട്ടിലേക്ക് പോകും. അതെന്തായി? ഒറിജിനൽ ജൂറിഡിക്ഷൻ എക്സാമ്പിളായി. അതുപോലെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, the disputes between government of India and any state or states on the side and one or more state on the other. അപ്പോൾ 2-3 സംസ്ഥാനങ്ങൾ ഒരു സൈഡ്, വേറെ കുറച്ച് സംസ്ഥാനങ്ങൾ ഒരു സൈഡ്, ഇങ്ങനെ പരസ്പരം അവർ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഇടപെടും. അതുപോലെ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ ഫൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ, വെള്ളത്തിന്റെ ഇഷ്യൂവിനും മുല്ലപ്പെരിയാർ ഇഷ്യൂവിലും പ്രശ്നമായി എന്ന് വിചാരിച്ചോ, അതിൽ ആർക്ക് മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ? സുപ്രീം കോർട്ടിന് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താ? കേരളത്തിന്റെ കോടതിക്കും പറ്റില്ല, തമിഴ്നാടിന്റെ കോടതിക്കും പറ്റില്ല. സോ അതുകൊണ്ട് അത് ഡയറക്റ്റ് സുപ്രീം കോർട്ടിലേക്ക് പോകും. അതുപോലെ നെക്സ്റ്റ് വൺ ഇസ് എനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന, ഇങ്ങനെയുള്ള ഇലക്ഷന്റെ സമയത്ത് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതും നമ്മുടെ സുപ്രീം കോർട്ടാണ്. ഓക്കെ. ആൻഡ് ഓൾസോ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ? നമുക്ക് നമ്മുടെ അവകാശങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ കോടതി പോകാനുള്ള കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 32. അപ്പൊ ആർട്ടിക്കിൾ 32 ഫണ്ടമെന്റൽ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും സുപ്രീം കോർട്ട് ഇടപെടുന്നു. ഇതാണ് ഒറിജിനൽ ജൂറിഡിക്ഷനിൽ പറയാനുള്ളത്. അടുത്തത് അപ്പലറ്റ് ജൂറിഡിക്ഷൻ. വേറൊന്നുമല്ല, ആദ്യത്തെ 4 വാക്കുകൾ മാത്രം ഉച്ചരിക്കുക. അപ്പീൽ പോകാനുള്ളതാണ് അപ്പീൽ. ഓക്കെ. സുപ്രീം കോർട്ട് ഇസ് ദ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ ഇൻ ഇന്ത്യ. Its appellate jurisdiction may be divided into 3: constitutional, civil and criminal.
അപ്പം നമുക്ക് അപ്പീൽ പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായി, നമുക്ക് വിചാരിച്ച പോലുള്ള ഒരു വിധി ഇപ്പൊ ഒരു ജില്ലാ കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് മേലിലുള്ള കോടതിയിലേക്ക് റെഫർ ചെയ്യും. അതാണ് അപ്പീൽ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഈ വിധി പോരാ, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പീൽ പോവാം. അതാണ് ഈ അപ്പല്ലറ്റ് ജൂറിഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അപ്പീലുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തത് സിവിൽ കേസസ്. തേർഡ് വണ് ക്രിമിനൽ കേസസ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കേസ്? In constitutional case, an appeal shall be lie into the Supreme Court if the High Court certifies that the case involves a substantial question of law as the interpretation of the Constitution. മനസ്സിലായല്ലോ? When the High Court refuses to give such a certificate, the Supreme Court may grant the special leave of appeal if it is satisfied that the case involves a substantial question of law with regard to the interpretation of the Constitution. അപ്പം ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, അപ്പീലിൽ തന്നെ 3 ഉണ്ടെന്ന് പഠിക്കുക. ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്, സിവിൽ കേസസ് ആൻഡ് ഓൾസോ ക്രിമിനൽ കേസസ്. സിവിൽ എന്ന് പറയുന്നത് എന്താണ്? an appeal shall be lie to the Supreme Court against any judgment order of High Court in civil proceedings if the High Court certifies that the case need to be decided by the Supreme Court. സിവിൽ കേസുകളിൽ എടുക്കുന്ന തീരുമാനമാണ് ഈ സിവിൽ കേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിമിനൽ കേസസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ഡെത്ത് സംഭവിക്കുകയോ ഇല്ലെങ്കിൽ കാണാതാവുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തത് തേർഡ് വൺ. ആദ്യം ഏതാ പറഞ്ഞത്? ഒറിജിനൽ ജൂറിഡിക്ഷൻ അല്ലെ. 2 സ്റ്റേറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് റൈറ്റ്സിന്റെ കാര്യത്തിലോ ഇല്ലെങ്കിൽ ഏതാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഒറിജിനൽ ജൂറിഡിക്ഷൻ. രണ്ടാമത്തത് അപ്പീൽ ജൂറിഡിക്ഷൻ ഓർ അപ്പലറ്റ് ജൂറിഡിക്ഷൻ. അപ്പീൽ പോകുന്നതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ, സിവിൽ ആൻഡ് ക്രിമിനൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് advisory jurisdiction. Advisory jurisdiction. The Supreme Court of India has the advisory jurisdiction. Advisory എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അഡ്വൈസ് കൊടുക്കാൻ, നല്ല ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ് ഏത്? സുപ്രീം കോർട്ട്. ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്? ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. പ്രസിഡന്റ് വിചാരിക്കുകയാണ്, ഇഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ desires to obtain the opinions of Supreme Court on a question of law or fact which is public importance, he can refer such matter to the Supreme Court for its opinion. അപ്പം നമ്മളെ നാട്ടിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു ചർച്ചയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിനെക്കുറിച്ച് പ്രസിഡന്റിന് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് ചോദിക്കാൻ ആരോടാണ് ചോദിക്കുന്നത്? സുപ്രീം കോർട്ടിനോടാണ് ചോദിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് അത് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കും. സോ ഒരു അഡ്വൈസറി ജൂറിഡിക്ഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട്. ഒരു അഡ്വൈസറി പോലെ സുപ്രീം കോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഇപ്പൊ 3 നമ്മൾ പറഞ്ഞല്ലേ. അടുത്തത് റിട്ട് ജൂറിഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് റിട്ട്? റിട്ട് നമുക്കറിയാലോ, കുറെ റിട്ടുകൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, പിന്നെ മാൻഡമസ്, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ, സെർഷ്യോഷറി, കോ വാറണ്ടോ, ഇല്ലേ? 5 റിട്ടുകളുണ്ട്. അത് നമ്മൾ ആർട്ടിക്കിൾ 32 പഠിച്ചാണ്. അതുപോലെ ഹൈക്കോർട്ടിനും ഉണ്ട്. അപ്പൊ ഇത് ഓർത്തു വെക്കാം. ഇതിൽ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ്. അപ്പൊ 4 പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ഒറിജിനൽ ജൂറിഡിക്ഷൻ, റിട്ട് ജൂറിഡിക്ഷൻ, അപ്പലറ്റ് ജൂറിഡിക്ഷൻ, അഡ്വൈസറി ജൂറിഡിക്ഷൻ. ഓക്കെ, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നം. റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് അപ്പലറ്റ് ജൂറിഡിക്ഷൻ, അപ്പീൽ പോകാനുള്ളത്. അഡ്വൈസറി എന്ന് പറയുമ്പോൾ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള അധികാരം. ഓക്കെ, പിന്നെ ഒന്നാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയും. ജുഡീഷ്യൽ ആക്ടിവിസം അതായത് കോടതിയുടെ ഇടപെടൽ.
ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഇടപെടാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്, ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അത് വായിച്ചു തരാം. ദ ജുഡീഷ്യൽ ആക്ടിവിസം ഇസ് എ റീസെന്റ് ഫിനോമിനൻ. ഇറ്റ് ബിക്കെയിം പോപ്പുലർ ആഫ്റ്റർ 1980. ദ ഫ്രേസ് ജുഡീഷ്യൽ ആക്ടിവിസം ഡിനോട്ട്സ് ആൻ ആക്റ്റീവ് ജുഡീഷ്യറി that it takes up the public causes. The important instrument of judicial activism is public interest litigation. Through this instrument of PIL, the courts take public interest issues such as pollution, human rights violation, different forms of exploitation, etc. അതായത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ പല പ്രശ്നങ്ങളിലും നമ്മൾ കോടതിയെ സമീപിക്കും അല്ലേ. അപ്പോൾ കോടതിക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആരോട്? ലെജിസ്ലേച്ചറിനോട്, എക്സിക്യൂട്ടീവിനൊക്കെ അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതു താല്പര്യ ഹർജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പൊതു താല്പര്യ ഹർജി. ഇപ്പോൾ റോഡ് മൊത്തം കുഴിയാണ്, എന്ത് ചെയ്യും? അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരു പരാതി കോടതിയിൽ കൊടുക്കും. കോടതി എന്ത് ചെയ്യും? അപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഇടപെട്ടിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എന്താണ്, ഒരു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ആരിടപെടുന്നു? കോടതി ഇടപെടുന്നു. ഇതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ റോഡ് കുഴിയാക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്രയും പൊല്യൂഷന് കാരണമാവുന്നത് എന്താണ്? ഇങ്ങനെ ഓരോ കാര്യങ്ങളും കോടതി എന്ത് ചെയ്യും? അഭിപ്രായം പറയും, ആക്റ്റീവായിട്ട് ഇടപെടും. ഇതാണ് ജുഡീഷ്യൽ ആക്ടിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ഇതൊരു മെത്തേഡാണ് എന്തിനുള്ള? ഓഫ് ദി എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ഓഫ് പീപ്പിൾ. ആളുകളുടെ ഭരണഘടനാപരമായതും അതുപോലെ ലീഗൽ റൈറ്റ്സും എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി പറയാനുള്ളത് ജുഡീഷ്യൽ ആൻഡ് റൈറ്റ്സ്, ഹേബിയസ് റിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കാര്യമാണ്. ജുഡീഷ്യൽ റിവ്യൂ, it is the most important power of Supreme Court. The judicial review means the power of Supreme Court or High Court to examine the constitutionality of any law. എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ ചേർന്ന് നിയമം ഉണ്ടാക്കി. ആ നിയമം ശരിയാണോ, അത് ജനങ്ങളുടെ ഏതെങ്കിലും അവകാശങ്ങളെ ലംഘിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ റിവ്യൂ നടത്തും. ജുഡീഷ്യൽ റിവ്യൂ, കോടതി അതൊന്ന് റിവ്യൂ ചെയ്യും, അതിനെ വീണ്ടും ഒന്ന് പുനർപരിശോധിക്കും. അങ്ങനെ കോടതി പുനർപരിശോധിക്കുന്നതിനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്താന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാ, ജുഡീഷ്യൽ റിവ്യൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പവർ ഓഫ് സുപ്രീം കോർട്ട്, which means the power of Supreme Court or High Courts to examine the constitutionality of any law through the term judicial review. Okay, എന്താണ്, ഭരണഘടനാപരമാണോ ആ നിയമം എന്ന് പരിശോധിക്കുന്ന ആ ഒരു രീതി. ആര് പരിശോധിക്കുന്ന? സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് പരിശോധിക്കുന്ന ആ ഒരു രീതിയാണ് എന്ത് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, the judicial review is not mentioned anywhere in the constitution. The Supreme Court can strike down a law that goes against fundamental rights. The constitution has implicitly given to the Supreme Court the power of judicial review. അപ്പോൾ സുപ്രീം കോർട്ടിന് പ്രത്യേക അധികാരമുണ്ട്, അത് റിവ്യൂ ചെയ്തിട്ട് അത് ഭരണഘടനാപരമായി തെറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ നിയമത്തെ ഇല്ലാതാക്കാനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഓർ PIL എന്താന്ന് പറയാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Any member of public having sufficient interest can approach the courts for enforcing the rights of other persons and for the readdressal of the common grievance. അപ്പം ഒരാൾക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് വളരെയധികം താല്പര്യം തോന്നി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ
വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂട്ടിയിടുന്നു, അതുവഴി ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഒരു വ്യക്തി വിചാരിക്കുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് കോടതിയിൽ പോയിട്ട് അറിയിക്കാൻ പോവാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടല്ലേ ആ വേസ്റ്റ് അവിടെ നിന്ന് നീക്കണം എന്നുള്ളത്. അപ്പം എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് കോടതിയിൽ പോയിട്ട് ഒരു പെറ്റീഷൻ, ഒരു പെറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു അപേക്ഷ കൊടുക്കുകയാണ്. അതാണ് ഹർജി, പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്ന ഒരു കാര്യം. The public interest litigation is very helpful for the enforcement of the rights of people because the judicial procedure is very expensive in India. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഓർ ദി പൊതു താല്പര്യ ഹർജി, ഈ പൊതു താല്പര്യ ഹർജി ഒരു നല്ലൊരു ഗുണമാണെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോടതികളിൽ വക്കീലുകൾക്കൊക്കെ നല്ല ഫീസാണ് അല്ലേ. അപ്പം നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അല്ലെ, ചെറുതാണെങ്കിലും എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പൊല്യൂഷൻ, വേസ്റ്റ്, കുടിവെള്ള പ്രശ്നം, പിന്നെന്താണ് റോഡ് ശരിയില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ ഇതിനു വേണ്ടി ഒരു വക്കീലിനെ കണ്ട് പൈസ മുടക്കി ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മളെ നാട്ടിലായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഒരു പൊതു താല്പര്യ ഹർജി എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നം കോടതിയെ അറിയിക്കാനും അതിലൊരു നടപടി ഉണ്ടാക്കാനും ഒപ്പം തന്നെ ചിലവില്ലാണ്ട് കാര്യം നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ, ഏത് പൊതു താല്പര്യ ഹർജി. Moreover, the Constitution provides that a petition of the enforcement of fundamental rights can be filed only by a person whose fundamental right is infringed. ഇവിടെ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് റോഡിന്റെ കാര്യങ്ങൾ. അതുപോലെ നമുക്ക് നല്ല ശുദ്ധവായു ലഭിക്കുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കാവുന്നതാണ്. By allowing public interest litigation, the Supreme Court has relaxed the condition. Any person can approach the court for the enforcement of constitutional or legal rights of others through the public interest litigation. ഇപ്പം നമ്മുടെ പ്രശ്നം തന്നെ ആവണമെന്നില്ല, ആരുടെ പ്രശ്നം വേണമെങ്കിലാവാം. അത് കോടതിയുടെ മുമ്പിൽ എത്തിക്കാനും അതിൽ നിയമ നടപടി ഉണ്ടാവാനും അവർക്കുള്ള റൈറ്റ്സ് കൊടുക്കാനും ഒക്കെ ഈ പബ്ലിക് ലിറ്റിഗേഷൻ കൊണ്ട് ഗുണം ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, 1981 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എഴുതിയ ഡിക്ലെയർഡ് ദാറ്റ്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആക്സസ് ടു ജസ്റ്റിസ് ത്രൂ ദ ക്ലാസ് ആക്ഷൻസ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആൻഡ് റെപ്രസെന്റേറ്റീവ് പ്രൊസീഡിംഗ്സ് ഇസ് ദ പ്രസന്റ് ജുഡീഷ്യൽ ജുറിപ്രുഡൻസ്. The court now permits public interest litigation and social interest litigation. പൊതു താല്പര്യ ഹർജിയാണപ്പോൾ സോഷ്യൽ ഇൻട്രസ്റ്റ് litigation. Okay. By the public spirited citizens or social activists for the enforcement of constitutional or legal rights, any person who because of his poverty, social economically disadvantaged position to unable to approach the court for a relief. അപ്പോൾ പാവപ്പെട്ടവർക്ക് പറ്റാത്ത കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് അത് വളരെ നല്ലതാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. The public interest litigation allows any person or social organization to file an application for an appropriate order, direction or writ in the High Court under Article 226 and the Supreme Court under Article 32. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 226 32 എന്താണെന്ന് നമുക്കറിയാം അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള ഒരു പ്രധാന മാർഗമാണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. However, the court has the right to decide whether the person approaching the court for a relief has sufficient interest and has not acted malified or political motives. അപ്പൊ ഇങ്ങനെ കോടതിയിൽ പോകുന്ന ഒരാള് പൊതു താല്പര്യ ഹർജിയായിട്ട് ആർക്ക് വേണമെങ്കിലും പോവാമല്ലോ. ചിലപ്പോൾ അയാളുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കാം പോകുന്നുണ്ടാവുക. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ അതോ പാർട്ടിപരമായിട്ട് ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായാണോ അയാൾ സമീപിക്കുന്നത്, അതോ കള്ളത്തരാണോ പറയുന്നത്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനും അതുവഴി കറക്റ്റ് ഡിസിഷൻ എടുക്കാനും വേണ്ടി ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ റിട്ടുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇനി ഒന്നും കൂടെ പറയുന്നില്ല. ജുഡീഷ്യറി ആൻഡ് ദി പാർലമെന്റ് എന്നുള്ളൊരു ടോപ്പിക് കൂടിയുണ്ട്. ഫോർ ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് ഡെമോക്രസി ഓൾ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് ബി ഫങ്ഷൻ എഫക്റ്റീവ്ലി. അല്ലെ, എല്ലാ 3 പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ് നമ്മുടെ ഗവൺമെന്റിനുള്ളത്. ഏതൊക്കെയാണ്?
ഒന്ന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ഓൾസോ ജുഡീഷ്യറി. അപ്പൊ മൂന്ന് ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ രാജ്യത്ത് ഒരു നല്ല വികസനം ഇല്ലെങ്കിൽ നല്ലൊരു വളർച്ച ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ിലുള്ള കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അവരവർക്കുള്ള പ്രത്യേക പവറുകൾ അതായത് രീതിയിൽ കൊടുക്കാനുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം. പരസ്പരം കോൺഫ്ലിക്റ്റ് ഉണ്ടാവാണ്ട് നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ യൂണിറ്റ് തീരുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്ന്, വാട്ട് ഈസ് ജുഡീഷ്യറി പഠിച്ചു അല്ലെ. എന്താണ് ജുഡീഷ്യറി? വൺ ഓഫ് ദി ഓർഗൻ ഓഫ് ഗവൺമെന്റ് ആണ്. മാത്രമല്ല എങ്ങനെയാണ് ഒരു ജുഡീഷ്യറിയെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇസ് ഓൺലി പോസിബിൾ ത്രൂ ദി ഇറ്റ് ഈസ് ഓൺലി എൻഷോർഡ് ബൈ ദി മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്. എങ്ങനെ അവരെ അപ്പോയിന്റ് ചെയ്യുന്നു, അതുപോലെ അവരുടെ കാലാവധി, അവരുടെ സുരക്ഷ, ഒപ്പം സാലറി, പിന്നെ അവർക്കുള്ള സ്വാതന്ത്ര്യം അല്ലെ, മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെ പറഞ്ഞത് റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ജുഡീഷ്യറി. ഇത് ഈ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ആദ്യത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ ആൻഡ് ഫങ്ഷൻ അത് ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ജുഡീഷ്യറിന്റെ എന്തായാലും പഠിക്കുക. 8 ഫങ്ഷൻസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. പിന്നെ എങ്ങനെയാണ് ജഡ്ജസിന് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, അത് ഓർത്ത് വെക്കുക. അതുപോലെ എങ്ങനെയാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്, ഇംപീച്ച്മെന്റ് ഓഫ് ജഡ്ജ്. അതുപോലെ ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്, ഒരു സുപ്രീം കോടതിയിൽ ഏതൊക്കെ രീതിയിലാണ് നീതി ന്യായം നടക്കുന്നത്, ഏതൊക്കെ രീതിയിലാ? ഒറിജിനൽ ജൂറിഡിക്ഷൻ, റിട്ട് ജൂറിഡിക്ഷൻ, അപ്പലറ്റ് ജൂറിഡിക്ഷൻ ആൻഡ് ഓൾസോ അഡ്വൈസറി ജൂറിഡിക്ഷൻ. അതുപോലെ 2 ടേംസ് ആണ് ജുഡീഷ്യൽ ആക്ടിവിസം അല്ലെ. ജുഡീഷ്യൽ ആക്ടിവിസം കോടതിയുടെ ഇടപെടലുകൾ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഇപ്പോൾ നമ്മൾ കോടതി പോയി പരാതി കൊടുക്കുന്നു, ഒരു താല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് കോടതി എന്ത് ചെയ്യുന്നു? ആ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി അവിടെ ഒരു ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാവുകയാണ്. ഓക്കെ, ജുഡീഷ്യൽ ആക്ടിവിസം ഉണ്ടാവുകയാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമസംഹിത, നീതിന്യായം, ലെജിസ്ലേച്ചർ പല നിയമങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാ നിയമങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിലുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പാലിച്ചുകൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നതെന്നുള്ളത് ആര് റിവ്യൂ ചെയ്യുന്നു? നമ്മുടെ കോടതികൾ റിവ്യൂ ചെയ്യുന്നു. അതാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ യൂണിറ്റിലുള്ളത്. എല്ലാവരും നന്നായിട്ട് വായിക്കുക, പഠിക്കുക.